ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോവുക വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഇതിൽ 41 മുതൽ 71 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ 4 ഓപ്ഷൻസും അതിനുശേഷം ശരിയായ ഉത്തരവും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയിരുന്നു. ചോദ്യങ്ങൾ കേട്ടു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ പേരും കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം. സ്നേഹമുള്ളവരെ, 2026 സെപ്റ്റംബർ 27 നടക്കുന്ന ലോഗോസ് ക്വിസ് പരീക്ഷയിൽ മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായി 100 പരീക്ഷകളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ഈ ചാനലിൽ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ അടച്ച് ഈ 100 പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷകളുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും മെസ്സേജ് അയക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ. ഗൂഗിൾ ഫോമിലാണ് പരീക്ഷ നടത്തപ്പെടുക. ഇതുവരെ കഴിഞ്ഞ പരീക്ഷയുടെ ലിങ്കുകളും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അയച്ചു തരുന്നതായിരിക്കും. 41. ശിഷ്യന്മാർ എന്ത് കണ്ടാണ് അത്ഭുതപ്പെട്ടത്? ഓപ്ഷൻസ്: എ. യേശു അപ്പം കഴിക്കുന്നത്. ബി. ജനക്കൂട്ടം കൂടിയിരുന്നത്. സി. പട്ടണത്തിലേക്ക് പോകുന്നത്. ഡി. സ്ത്രീയോട് സംസാരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ത്രീയോട് സംസാരിക്കുന്നത്. 42ാമത്തെ ചോദ്യം: സ്ത്രീയോട് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. ഓപ്ഷൻസ്: എ. ഫരിസേയർ. ബി. ശിഷ്യന്മാർ. സി. സമരിയാക്കാർ. ഡി. പട്ടണക്കാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശിഷ്യന്മാർ. 43ാമത്തെ ചോദ്യം: ആ സ്ത്രീ എന്ത് ചെയ്തിട്ട് പട്ടണത്തിലേക്ക് പോയി? ഓപ്ഷൻസ്: എ. വീട്ടിലേക്ക് മടങ്ങി. ബി. യേശുവിനെ ക്ഷണിച്ചു. സി. കുടം അവിടെ വെച്ചിട്ട്. ഡി. ശിഷ്യന്മാരെ വിളിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കുടം അവിടെ വെച്ചിട്ട്. 44ാമത്തെ ചോദ്യം: ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാണുവിൻ എന്ന് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ. സമരിയാക്കാരി പട്ടണക്കാരോട്. ബി. യേശു ശിഷ്യന്മാരോട്. സി. രാജസേവകൻ ജനങ്ങളോട്. ഡി. ശിഷ്യന്മാർ സമരിയാക്കാരോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സമരിയാക്കാരി പട്ടണക്കാരോട്. 45ാമത്തെ ചോദ്യം: റബ്ബി, ഭക്ഷണം കഴിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻസ്: എ. ഇപ്പോൾ വേണ്ട. ബി. പിന്നെ കഴിക്കാം. സി. എനിക്ക് വിശക്കുന്നു. ഡി. നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. 46. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ. സമരിയാക്കാർ. ബി. ശിഷ്യന്മാർ. സി. ഫരിസേയർ. ഡി. പട്ടണക്കാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശിഷ്യന്മാർ. 47ാമത്തെ ചോദ്യം: എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ. പത്രോസ്. ബി. യോഹന്നാൻ. സി. യേശു. ഡി. രാജസേവകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശു. 48ാമത്തെ ചോദ്യം: 4 മാസം കൂടി കഴിഞ്ഞാൽ ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. വിളവെടുപ്പായി. ബി. മഴ വരും. സി. വിതയ്ക്കാം. ഡി. വേനൽ വരും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വിളവെടുപ്പായി. 49ാമത്തെ ചോദ്യം: വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കേണ്ടതിന് അവൻ എവിടേക്കാണ് ഫലം ശേഖരിക്കുന്നത്? ഓപ്ഷൻസ്: എ.
ദേവാലയത്തിലേക്ക്, ബി പട്ടണത്തിലേക്ക്, സി വയലിലേക്ക്, ഡി നിത്യജീവിതത്തിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നിത്യജീവിതത്തിലേക്ക്. 50-ാമത്തെ ചോദ്യം, ഡാഷ് എന്ന ചൊല്ല് ഇവിടെ സ്വാർത്ഥകമായിരിക്കുന്നു. ഓപ്ഷൻസ്: എ എല്ലാവരും ഒന്നാണ്, ബി വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ, സി വിശ്വാസം ജീവൻ, ഡി കർത്താവിൽ ആശ്രയം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. 51-ാമത്തെ ചോദ്യം, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കാൻ ഞാൻ നിങ്ങളെ അയച്ചു എന്ന് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ യേശുവിനോട്, ബി രാജസേവകൻ യേശുവിനോട്, സി യേശു ശിഷ്യന്മാരോട്, ഡി സമരിയാക്കാർ ജനങ്ങളോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, യേശു ശിഷ്യന്മാരോട്. 52-ാമത്തെ ചോദ്യം, ആരുടെ സാക്ഷ്യം മൂലമാണ് സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചത്? ഓപ്ഷൻസ്: എ സമരിയാക്കാരുടെ സാക്ഷ്യം, ബി പത്രോസിന്റെ സാക്ഷ്യം, സി യോഹന്നാന്റെ സാക്ഷ്യം, ഡി രാജസേവകന്റെ സാക്ഷ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സമരിയാക്കാരിയുടെ സാക്ഷ്യം. 53, സമരിയാക്കാർ യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? ഓപ്ഷൻസ്: എ അത്ഭുതം ചെയ്യാൻ, ബി രോഗികളെ സുഖപ്പെടുത്താൻ, സി പ്രസംഗിക്കാൻ, ഡി തങ്ങളോടൊപ്പം താമസിക്കണമെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തങ്ങളോടൊപ്പം താമസിക്കണമെന്ന്. 54-ാമത്തെ ചോദ്യം, യേശു എത്ര ദിവസം സമരിയാക്കാരോടൊപ്പം താമസിച്ചു? ഓപ്ഷൻസ്: എ 3 ദിവസം, ബി 2 ദിവസം, സി 4 ദിവസം, ഡി 1 ദിവസം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 ദിവസം. 55-ാമത്തെ ചോദ്യം, അവന്റെ ഡാഷ് ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സാക്ഷ്യം, ബി ശബ്ദം, സി വചനം, ഡി പ്രാർത്ഥന. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വചനം. 56-ാമത്തെ ചോദ്യം, ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് ആരാണ് മനസ്സിലാക്കിയത്? ഓപ്ഷൻസ്: എ സമരിയാക്കാർ, ബി ശിഷ്യന്മാർ, സി പുരോഹിതന്മാർ, ഡി രാജസേവകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സമരിയാക്കാർ. 57-ാമത്തെ ചോദ്യം, 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഓപ്ഷൻസ്: എ യേശുവിന്റെ സ്നാനം, ബി സമരിയാക്കാരി, സി ജീവജലം, ഡി രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. 58-ാമത്തെ ചോദ്യം, സമരിയായിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞ് യേശു എവിടേക്ക് പോയി? ഓപ്ഷൻസ്: എ ജെറുസലേമിലേക്ക്, ബി ഗലീലിലേക്ക്, സി കഫർനാമിലേക്ക്, ഡി ബഥാനിയിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗലീലിലേക്ക്. 59-ാമത്തെ ചോദ്യം, കാന എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ യഹൂദയായിൽ, ബി സമരിയായിൽ, സി ഗലീലിയിൽ, ഡി ബത്ലഹേമിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗലീലിയിൽ. 60-ാമത്തെ ചോദ്യം, കഫർനാമിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ്: എ ഒരു രാജസേവകൻ, ബി ഒരു മീൻപിടുത്തക്കാരൻ, സി ഒരു ഫരിസേയൻ, ഡി ഒരു പുരോഹിതൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒരു രാജസേവകൻ. 61, ആരുടെ മകനാണ് രോഗബാധിതനായിരുന്നത്? ഓപ്ഷൻസ്: എ പുരോഹിതന്റെ, ബി ഫരിസേയന്റെ, സി മീൻപിടുത്തക്കാരന്റെ, ഡി രാജസേവകന്റെ മകൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജസേവകന്റെ മകൻ. 62-ാമത്തെ ചോദ്യം, എന്ത് കേട്ടപ്പോഴാണ് രാജസേവകൻ യേശുവിനെ സമീപിച്ചത്? ഓപ്ഷൻസ്: എ ജനങ്ങൾ കൂടിയെന്ന്, ബി യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് എത്തിയെന്ന് കേട്ടപ്പോൾ, സി അത്ഭുതം ചെയ്തെന്ന്, ഡി ശിഷ്യന്മാർ വന്നെന്ന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക്
എത്തിയെന്ന് കേട്ടപ്പോൾ. 63-ാമത്തെ ചോദ്യം, അടയാളങ്ങളും ഡാഷും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പ്രവചനങ്ങളും, ബി സന്ദേശങ്ങളും, സി അത്ഭുതങ്ങളും, ഡി സാക്ഷ്യങ്ങളും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അത്ഭുതങ്ങളും. 64-ാമത്തെ ചോദ്യം, എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ രാജസേവകൻ യേശുവിനോട്, ബി ശിഷ്യർ യേശുവിനോട്, സി അമ്മ യേശുവിനോട്, ഡി പത്രോസ് യേശുവിനോട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജസേവകൻ യേശുവിനോട്. 65-ാമത്തെ ചോദ്യം, രാജസേവകനോട് യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻസ്: എ വിശ്വസിക്കുക, ബി കാത്തിരിക്കുക, സി ഇവിടെ ഇരിക്കുക, ഡി പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. 66-ാമത്തെ ചോദ്യം, യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് പോയത് ആരാണ്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി രാജസേവകൻ, സി സമരിയാക്കാർ, ഡി പുരോഹിതന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജസേവകൻ. 67-ാമത്തെ ചോദ്യം, ഏത് സമയത്താണ് മകന്റെ പനി വിട്ടുമാറിയത്? ഓപ്ഷൻസ്: എ 6-ാം മണിക്കൂറിൽ, ബി 9-ാം മണിക്കൂറിൽ, സി 7-ാം മണിക്കൂറിൽ, ഡി 3-ാം മണിക്കൂറിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, 7-ാം മണിക്കൂറിൽ. 68-ാമത്തെ ചോദ്യം, നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ഏത് സമയത്താണ്? ഓപ്ഷൻസ്: എ 7-ാം മണിക്കൂർ, ബി 6-ാം മണിക്കൂർ, സി 3-ാം മണിക്കൂർ, ഡി 9-ാം മണിക്കൂർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 7-ാം മണിക്കൂർ. 69-ാമത്തെ ചോദ്യം, അവനും കുടുംബം മുഴുവനും ഡാഷ് പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ സന്തോഷിച്ചു, ബി പ്രാർത്ഥിച്ചു, സി സാക്ഷ്യം പറഞ്ഞു, ഡി വിശ്വസിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിശ്വസിച്ചു. 70-ാമത്തെ ചോദ്യം, യൂദായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഓപ്ഷൻസ്: എ കാനായിലെ അത്ഭുതം, ബി രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്, സി അപ്പം വർദ്ധിപ്പിച്ചത്, ഡി കാറ്റിനെ ശാന്തമാക്കിയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയത്. അവസാനത്തെ ചോദ്യം 71, ആദ്യത്തെ അടയാളം ഏതാണ്? ഓപ്ഷൻസ്: എ അപ്പം വർദ്ധിപ്പിച്ചത്, ബി കുരുടനെ സുഖപ്പെടുത്തിയത്, സി കാനായിലെ അത്ഭുതം, ഡി വെള്ളത്തിൽ നടന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കാനായിലെ അത്ഭുതം.